അല്ലത മോളെ, നാളെ അല്ലേ നിന്റെ പ്രസംഗം? അത് ശരി, എന്നിട്ടാണോ നീ ഇവിടെ നിന്ന് കളിക്കുന്നത്? അത് ശരിയാ ഉപ്പച്ചി, അവൾ ഇന്നലെ കാര്യായിരുന്നു പഠിച്ചിരുന്നു. വേണ്ട. എന്നൊരു കാര്യം ചെയ്യ്, നീ പഠിച്ചതെന്ന് പറഞ്ഞേ, തെറ്റരുന്നിട്ടാ. തെറ്റില്ല, നല്ല വിശ്വാസം. ആ ഓക്കെ, ഫ്ലുവന്റ് ആയിരിക്കണം കേട്ടോ. എന്ന് വെച്ചാ പ്രസംഗം നല്ല വെള്ളം പോലെ പറയണം, അതന്നെ. വെള്ളം പോലെ പറയാനൊന്നും എനിക്ക് പറ്റില്ലട്ടാ. അതെന്താ? അതെന്താന്നാ അതിപ്പറ്റിക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചത് വെള്ളയിട്ടല്ലോ. എടി മണ്ടി, ഉപ്പച്ചി ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയോ? ഇല്ല. നീ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നിന്റെ തലയിൽ ഒഴിച്ചിട്ട് പ്രസംഗം പറഞ്ഞു നോക്കി, അപ്പൊ നല്ല വെള്ളായിട്ട് പറയാൻ പറ്റും. അതെ, ഒന്ന് എണീറ്റ് പോയേ, ഞാനിതൊന്ന് പഠിപ്പിച്ചോട്ടെ പ്ലീസ്. ഒരു കപ്പ് വെള്ളം എടുക്കട്ടെ. എന്തിനാ? കൂടെ വെള്ളം ഒഴിച്ചിട്ട് പറയാന്, എല്ലാണ്ട് വെള്ളം പോലും പറയാൻ പറ്റില്ലല്ലോ. എടി മണ്ടികളെ, ഈ വെള്ളം പോലെ പറയാൻ പറയുന്നത് വെള്ളം തലയിലൊഴിച്ച് പറയാനല്ല. അതെ, പ്രസംഗം പറയുമ്പോ നമ്മൾ ഒരിക്കലും തപ്പിത്തടയരുത്. തപ്പിത്തടയാന് അവളെന്താ രാത്രിയാണോ പ്രസംഗം പറയണത്? എന്റെ ഉപ്പച്ചി രാത്രിയില് പറയുന്നത് പകലാണ്, തപ്പിത്തടയാവനോ? ഞാനൊന്നും പറയണില്ല. എന്റെ മോള് ഇന്നലെ പഠിച്ച പ്രസംഗം ഒന്ന് പറഞ്ഞേ, ഉപ്പച്ചി ഒന്ന് കേക്കട്ടെ. അത് ഞാൻ പറയാം. ഓ, മാന്യ സദസ്സിന് വന്ദനം. കുന്തം. ഓ, അതന്നെ ഞാനും പറഞ്ഞത്. അടുത്തത് പറ. ഈ ലോകത്തിന്റെ കഷ്ടത്തിലിരിക്കുന്ന എന്തൊട്ട് തേങ്ങ നീ പറയണത്? കക്ഷത്തിലിരിക്കുന്നല്ല, മധ്യത്തിലിരിക്കുന്ന ഏയോ സാർ. ആ, എന്നാ ഇനി പറയും. വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ. അതെ, നിന്റെ ഇഷ്ടത്തിന് അങ്ങനെ അക്ഷരം കൂട്ടണ്ട, ഞാൻ എഴുതിയത് അങ്ങോട്ട് പറഞ്ഞാ മതി. പിന്നെ പ്രിയപ്പെട്ട കുറുക്കന്മാരുണ്ടോ? കുറുക്കന്മാരോ? അങ്ങനെ പഠിപ്പിച്ചെന്നേ. എടി, കുറുക്കന്മാരല്ല, പ്രിയപ്പെട്ട ഗുരുക്കന്മാരെന്നാണ്. സ്റ്റേജില് തകർത്തോള. ബാക്കി പറ. പ്രിയ അഭയാർത്ഥികളെ. അഭയാർത്ഥികളും ഉണ്ടോ? എടി, പ്രിയ വിദ്യാർത്ഥികളെ. പറമ്പ് ചെറിയ ചെറിയ തെറ്റുകൾക്ക് ഉണ്ടാവും, അതുകൊണ്ട് ക്ഷമിക്ക്. അതിന് സ്റ്റേജിൽ തകർത്തോള. ആ ശരി, ഇനി എന്റെ മോളൊരു കാര്യം ചെയ്യ്, ഇതൊന്ന് നോക്കി പറഞ്ഞേ. പ്രിയ പട്ടികളെ. അല്ല ഉപ്പച്ചി, പട്ടികളും ഉണ്ടോ? പട്ടികളാ? ഉപ്പച്ചിലെഴുതിക്കണം, അങ്ങനെയാണ് വേണമെങ്കിൽ നോക്ക്. ആ, മലയാളം നന്നായിട്ട് വായിക്കാൻ അറിയാലേ. പ്രിയപ്പെട്ടവരെ എന്നാണ്? ചെറിയ തെറ്റല്ലേ, അതിനോട് തകർത്തോളാ. എന്റെ മോളെ, നീ എന്താ ഇങ്ങനെ? നിന്നെ ഞാൻ ചെറിയ തെറ്റുകളല്ലേ, അത്